ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഫ്രണ്ട് ടീനയാണ് എനിക്ക് ഫേഷ്യൽ ചെയ്ത് തരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം സ്ഥലത്തു നിന്ന് തന്നെയാണ് ഞാനൊരു ഫേഷ്യൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് എൻ്റെ ഫേസൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയെടുക്കും. കാരണം പുറത്തൊക്കെ ഞാനിങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് എൻ്റെ ഫേസിൽ ഡസ്റ്റൊക്കെ കാണില്ല. അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലെൻസിങ് ചെയ്യണം. ക്ലെൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ അഴുക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയാണ് ക്ലെൻസിങ് ചെയ്യുന്നത്. ക്ലെൻസിങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇടാൻ പോകുന്നത് ഡീടാൻ പാക്കാണ്. ഡീടാൻ പാക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ടാനിങ് ഒക്കെ ഉണ്ടാകത്തില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡീടാൻ പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലെ ടാനിങ് ഒക്കെ ഓൾമോസ്റ്റ് ഒന്ന് ക്ലിയർ ആയി കിട്ടും. അത് റിമൂവ് ആയതിന് ശേഷമാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഡീറ്റാൻ ഇടുന്ന സമയത്ത് ചെറിയൊരു ബേണിങ് കാണും. കാരണം ഒരു ലൈറ്റായിട്ടൊരു എരിച്ചിൽ പോലെ തോന്നും. പേടിക്കൊന്നും വേണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മുടെ ഫേസിലെ ഈ അഴുക്കൊക്കെ അങ്ങ് വലിച്ചെടുക്കുന്നതിൻ്റെയാണ്. ഇതിലൊരു ഹണി ആൻഡ് മിൽക്ക് മിൻറ്റ് അതിൻ്റെയൊക്കെയാണ് ഒരു ചെറിയൊരു ബേണിങ് വരുന്നത്. ഇതൊരു 15 മിനിറ്റാണ് വെക്കേണ്ടത്. ഇത് 15 മിനിറ്റ് കഴിഞ്ഞത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രബിന് പകരം ഈ ഫേഷ്യലിൽ വരുന്ന ചെറിയൊരു പാക്ക് പോലത്തെ ഒരു ക്രീമാണ്. അതിപ്പോൾ ഒരു ബ്രഷിലൊക്കെ ആക്കി നന്നായിട്ട് എൻ്റെ ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്ക്രബ് ഇടേണ്ടി വരുന്നില്ല. കാരണം എൻ്റെ സ്കിന്ന് നല്ല സെൻസിറ്റീവാണ്. അതുകൊണ്ട് സ്ക്രബിന് വേറെ നമ്മൾ ചെറിയൊരു പാക്കാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 5 മിനിറ്റ് വെച്ച് അതേസമയം നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ട് ഈ സ്ക്രബ് ഒന്ന് മസാജ് ചെയ്തെടുക്കും. ഈ പാക്കൊന്ന് ലൈറ്റായിട്ട് വെള്ളം തൊട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് ഫുള്ള് തുടച്ചെടുക്കും. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും ഫേസ്. നല്ല രീതിയിൽ തുടച്ചിട്ടാണ് നമ്മൾ സ്റ്റീം വെക്കുന്നത്. കൂട്ടത്തിൽ വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ ചൂട് തട്ടായിരിക്കാൻ 2 ചെറിയ കോട്ടൺ കഷ്ണം വെക്കും. അത് കഴിഞ്ഞിട്ട് നല്ല സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ അധികം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ക്ലീനായി കിട്ടും. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി ടോണർ സ്പ്രേ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫേസിൽ ഫോഡ്സ് ഒക്കെ ഓപ്പൺ ആയില്ലേ, അതൊന്ന് ക്ലോസ് ആകാൻ വേണ്ടിയാണ് ടോണർ യൂസ് ചെയ്യുന്നത്. ടോണർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഫേസിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. ലൈറ്റായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തൊന്ന്. ഇനി ടോണർ കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വരുന്നത് മസാജിങ് ആയിരിക്കും. അപ്പം ഞാൻ നല്ലൊരു മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്.
അങ്ങനെ ഞാൻ റിലാക്സിങ് മസാജിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇനി അവരെനിക്ക് മാസ്ക് ഇടാൻ പോകുന്നത്. മാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടാൻ പോകുന്ന പീൽ ഓഫ് മാസ്ക് ആണ്. ഗോൾഡിൻ്റെ പീൽ ഓഫ് മാസ്കാണ് യൂസ് ചെയ്യുന്നത്. അതിലാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അതാകുമ്പം കണ്ണിലും ലിപ്പും ഐസും എല്ലാം കവർ ചെയ്തിട്ടാണ് ഇടുന്നത്. കവർ ചെയ്ത് നോസിൻ്റെ അവിടെ ക്ലോസ് ചെയ്യത്തില്ല, ലിപ്പും ഐസും എല്ലാം കവർ ചെയ്ത് നന്നായിട്ടിടും. എന്നിട്ടൊരു 20 മിനിറ്റ്സ്, മാക്സിമം ഒരു 15-20 മിനിറ്റ് വെക്കേണ്ടി വരും. കാരണം അത് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി. ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതേപോലെ നല്ല ഷീറ്റ് പോലെ ഇങ്ങനെ ഉരിച്ചെടുക്കും, പീൽ ചെയ്തെടുക്കുന്നത്. എൻ്റെ വായിക്കകത്ത് മൂക്കിലും ഒക്കെ പോയിട്ടുണ്ട്. അതിന് പീൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ തന്നെ ഉണ്ട് നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്നത്. നല്ല ഗ്ലോ വന്ന് ഇനി ലാസ്റ്റിൽ സൺസ്ക്രീം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നൈറ്റിലാണ് ഞാൻ ചെയ്തത്, എങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി സൺസ്ക്രീം ഇടുന്നത്. സൺസ്ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത്, ഗോൾഡിൻ്റെ തന്നെയാണ് ഞാൻ സൺസ്ക്രീം യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫേസിലെല്ലാം ചെയ്ത് ഫേസിലും നല്ല മെൽട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫേഷ്യൽ കഴിഞ്ഞു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ മാനേജർ ഷഹാന. ഇതെനിക്ക് സർവീസ് ചെയ്തു തന്ന ടീന. അങ്ങനെ നമ്മുടെ ഫേഷ്യൽ ഫിനിഷ് ആയിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഫേസിൽ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടോ ഗൈസ്? കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.